അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ യുഎസിൽ കേസ്. തട്ടിപ്പിനും വഞ്ചനയ്ക്കുമാണ് കേസെടുത്തിരിക്കുന്നത്. 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്ന കരാറുകൾ നേടുന്നതിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം $265 മില്യൺ കൈക്കൂലി നൽകിയെന്നാണ് കേസ്. ഗൗതം അദാനി, ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ 7 പേരാണ് കേസിലെ പ്രതികൾ. ഇവർക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് ഇറക്കി. ഇത് ഉടൻ ഇന്ത്യക്ക് കൈമാറും. വിദേശ രാജ്യങ്ങളിലെ കൈക്കൂലി, അഴിമതി സംഭവങ്ങളിൽ കേസെടുക്കാൻ അമേരിക്കൻ നിയമപ്രകാരമാണ് ഇവർക്കെതിരായ കേസെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അദാനിയും അദാനി ഗ്രീൻ എനർജിയിലെ മറ്റൊരു എക്സിക്യൂട്ടീവും മുൻ സിഇഒ വിനീത് ജെയിനും തങ്ങളുടെ അഴിമതി വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും മറച്ചുവെച്ച $3 ബില്യൺ വായ്പകളും ബോണ്ടുകളും സമാഹരിച്ചതായും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. സൗരോർജ്ജ കരാർ ലഭിക്കാൻ 2236 കോടി രൂപ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അദാനി ഗ്രൂപ്പിന് അടുത്ത 20 വർഷത്തിൽ 16,800 കോടി രൂപ ലാഭമുണ്ടാക്കുമായിരുന്നു. ഗൗതം അദാനിയെ കേസിലെ മറ്റു പ്രതികൾ നമ്പർ 1 വലിയ ആൾ എന്നൊക്കെ വിശേഷിപ്പിച്ച് അഴിമതി ചർച്ച ചെയ്യുന്നതിന്റെ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സാഗർ അദാനിയുടെ ഫോണിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. അദാനി ഗ്രീൻ എനർജി കമ്പനി വ്യാജ സ്കീം രൂപീകരിച്ച് 25,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം യുഎസിലെ വിദേശ കൈക്കൂലി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്. എന്നാൽ ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസിയും സംഭവത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. പ്രതികൾക്കു വേണ്ടിയുള്ള അഭിഭാഷകരെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഗൗതം അദാനി, സാഗർ അദാനി, ജെയിൻ എന്നിവർക്കെതിരെ നിക്ഷേപ തട്ടിപ്പിന് ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സിവിൽ കേസിലും അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. മറ്റ് 5 പ്രതികൾക്കെതിരെ യുഎസിലെ കൈക്കൂലി വിരുദ്ധ നിയമമായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് ലംഘിക്കാൻ ഗൂഢാലോചന നടത്തിയതിനും 4 പേർക്കെതിരെ ഗൂഢാലോചന നടത്തിയതിനും കുറ്റം ചുമത്തി. പ്രതികളാരും കസ്റ്റഡിയിലില്ലെന്ന് ബ്രൂക്ലിനിലെ US അറ്റോർണി ബ്രിയോൺ പീസ് വക്താവ് പറഞ്ഞു. ഗൗതം അദാനി ഇന്ത്യയിലുണ്ടെന്നാണ് കരുതുന്നത്.